വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉച്ചയ്ക്ക് വിഷുസദ്യ സമ്പൽ സമൃദ്ധമായ ഐശ്വര്യപൂർണ്ണമായ നല്ലൊരു ദിവസത്തിലാണ് എന്നറിയാം. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. കണിയും കൈനീട്ടവും സദ്യവുമായാണ് മലയാളിയുടെ വിഷു ആഘോഷങ്ങൾ. വിഷുക്കണി ദർശിക്കാൻ ക്ഷേത്രങ്ങളിൽ ഇന്ന് വലിയ തിരക്കായിരുന്നു. നന്മയുടെ പൊൻപുലരി കണി കണ്ടുണർന്ന മലയാളികൾ. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമായി പ്രതീക്ഷയുടെ വിഷുദിനം. കണികണ്ടും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും ആഘോഷത്തിലായിരുന്നു നാട്. വീട്ടിൽ കണ്ടതിന് ശേഷം വന്നാണ്. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ഐതിഹ്യമാണ് സാധാരണ. പിന്നെ രാവണന്റെ വധശേഷം ഉദയം കണ്ട് അതും ആ സൂര്യകിരണം. വിഷുക്കണി ദർശനത്തിനായി വിവിധ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗുരുവായൂരിലും ശബരിമലയിലും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. സ്വന്തമായിട്ട് വള്ളമുണ്ട്, കരയുണ്ട്, കീക്കിടുന്ന കരയുടെ പേര്. അവിടെ നിന്ന് വരുന്നത് എല്ലാ വർഷവും വന്ന് പാടാറുണ്ട്. ഇന്നലെ ആഘോഷിക്കാൻ പോകുന്നേ ഉള്ളൂ, എണ്ണിട്ടല്ലേ ഉള്ളൂ. കഴിഞ്ഞിട്ടൊക്കെ മേടിച്ച് അടിച്ചു പൊളിക്കണം വൈകിട്ട്. മറുനാട്ടിലും വിഷു കെങ്കേമമായി മലയാളി ആഘോഷിക്കുന്നു. ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിരവധി പേർ വിഷുക്കണി ദർശനത്തിനെത്തി. പലയിടത്തും വിഷുസദ്യ വാങ്ങുന്നതിന് ഹോട്ടലുകളിൽ വൻ തിരക്കായിരുന്നു. പ്രേക്ഷകർക്ക് 24-ന്റെ വിഷു ആശംസകൾ. ന്യൂസ് ഡെസ്ക് 24. വിഷു ആഘോഷത്തിന്റെ നിറവിലാണ്, തിരക്കിലാണ് മലയാളികൾ. സദ്യ വിളമ്പിയും ബന്ധുക്കളുടെ ഒത്തുചേർന്ന് പടക്കം പൊട്ടിച്ചൊക്കെയാണ് വിഷു ആഘോഷം. മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ വീട്ടിൽ നിന്നും അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, അപ്പോൾ അവിടെ സദ്യയുടെ സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? എങ്ങനെയാണ് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്? ശ്രീധരൻപിള്ള സാറിനോട് വിഷു ആശംസകൾ എന്ന് പറയണം. ഉറപ്പായിട്ടും അഷ്മി പറയാം. സാർ, ഞാനിപ്പോൾ സാറിൻ്റെ വീട്ടിലാണ്. സാർ അപ്പോൾ 24 കുടുംബത്തിൻ്റെയും ഹാഷ്മിയുടെ ഒക്കെ വിശ്വാസംസകൾ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് കുടുംബബന്ധമുള്ള ഒന്നാണ് ഈ ചാനൽ. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ വിശ്വാസംസകൾ നേരുന്നു. ഞാൻ തുടക്കം എൻ്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞത് തിരുവിതാംകൂറിലാണ്. പക്ഷെ കോഴിക്കോട് വന്ന ശേഷം വിഷു ഓണത്തേക്കാൾ പ്രാധാന്യമായി ആഘോഷിക്കുന്ന ഒരു പ്രദേശമാണ് മലബാർ, പ്രത്യേകിച്ച് കോഴിക്കോട്. അതുകൊണ്ട് വളരെ ആഘോഷപൂർവ്വമാണ് ഇവിടുത്തെ എല്ലാ വീടുകളിലും ഇത് ആഘോഷിക്കുന്നത്. പടക്കത്തിൻ്റെ കാര്യത്തിലായാലും സദ്യയുടെ കാര്യത്തിലായാലും മറ്റുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അതിനോട് ബന്ധപ്പെട്ട് ആഹ്ലാദകരമാണ്. ചരിത്രത്തോട് ബന്ധപ്പെടുത്തിയത് നടത്തും. എല്ലാ ബന്ധുക്കളും ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ 2 മക്കളും അവരുടെ കുടുംബവും കൊച്ചുമക്കളും 4 കൊച്ചുമക്കളുണ്ട്. എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ആഹ്ലാദത്തിൻ്റെതായ നിമിഷങ്ങളാണ്. മോളോട്, കൊച്ചുമോളോട് ചോദിക്കാം, പടക്കമൊക്കെ പൊട്ടിച്ചോ? ആണോ? എങ്ങനെയുണ്ട് വിഷു? എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയാണോ? എങ്ങനെയുണ്ട് മോളെ? അടിപൊളിയാണ്. ആണല്ലേ? എങ്ങനെയുണ്ട് വിഷു? പടക്കമൊക്കെ പൊട്ടിച്ചോ? ആണല്ലേ? അപ്പോൾ നമുക്ക് അഷ്മി, ഞാൻ വേറൊരു കാഴ്ചയും കൂടെ കാണിക്കാം. അതായത് നമ്മൾ പത്തനംതിട്ടക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം, അതായത് 6 മുള കണ്ണാടി. സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ വിഷുക്കണിയിൽ 6 മുള കണ്ണാടിയും കാണാൻ കഴിയും. സാറേ, അതെന്ത് ഈ 6 മുള കണ്ണാടിയും കൂടെ ഒപ്പം വെച്ചേ? അതിൻ്റെ ഇവിടുത്തെ നമ്മുടെ സമർപ്പണമാണ് ഇതിൽ പ്രകടമാകുന്നത്. അപ്പോൾ സമർപ്പണത്തിൽ ഞാൻ വെൺമണിക്കാരനായതുകൊണ്ട് ആറന്മുളയും ചെങ്ങന്നൂരും ഒക്കെ ഉള്ളതായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത്തരം ആചാരങ്ങളിൽ വയ്ക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഇത് രാവിലെ കണിക്ക് വേണ്ടി ഒരുക്കിയിരുന്നാണ്. ബാക്കി സാധനങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ ആ നിലയ്ക്ക് വിഷുവിനൊരു പ്രാധാന്യമുണ്ട്. പിന്നെ എൻ്റെ നാടായ വെൺമണിയിൽ ചാർങ്ങക്കാവ് എന്ന് പറഞ്ഞൊരു വലിയ ഉത്സവ പ്രദേശമുണ്ട്, കെട്ടുകാഴ്ചയൊക്കെ ഉള്ളതാണ്. അവിടെയും ഇന്ന് ഈ വിഷുവാണ് ആഘോഷിക്കുന്നത്. തിരുവിതാംകൂറിൽ അങ്ങനെ വലിയ ആഘോഷമില്ലെങ്കിലും വെൺമണിയിൽ ഞാൻ ജനിച്ച ഗ്രാമത്തിൽ, എൻ്റെ ഗ്രാമത്തിൽ അത് വലിയൊരു ഉത്സവമാണ്. അതിൻ്റെയൊക്കെ ഒരു സങ്കല്പം എല്ലാം ഉൾക്കൊള്ളുന്നു. പിന്നെ ഭക്ഷണക്രമത്തിലും ഈ ഓണസദ്യക്കുള്ള കാര്യങ്ങളായാലും വിഷുവിൻ്റെ ആയാലും തിരുവിതാംകൂറും മലബാറും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. അതിപ്പോൾ എന്തിലായാലും, പായസത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സാമ്പാറായാലും അവിയലായാലും എല്ലാം വ്യത്യാസമുണ്ട്. ഇത് തമ്മിൽ കൂടെ പൊരുത്തപ്പെടുത്തിയാണ് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വൈഫ് കോഴിക്കോട്ടുകാരും ഞാൻ വെൺമണിക്കാരനുമാണ്.
അപ്പോൾ കുട്ടികളവിടെ പടക്കവും പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ഹാഷ്മിക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. സാറിൻ്റെ കൊച്ചുമോനാണ്. അപ്പം ഇന്നലെ രാത്രിയൊക്കെ കുറെ പൊട്ടിച്ചു. ഇപ്പം നല്ല ചൂടാണ്, അപ്പോൾ പൂത്തിരിയും പടക്കവും ഒക്കെ ഉണ്ട്. അതെല്ലാം പൊട്ടിച്ചിങ്ങനെ വിഷു ഇങ്ങനെ ആഘോഷപൂർവ്വം അവരിങ്ങനെ കൊണ്ടാടുകയാണ്. ഹാഷ്മി അപ്പോൾ പൊട്ടിക്കട്ടെ, വളരെ പൊട്ടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗംഭീരമാവട്ടെ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരമായ വിഷു ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. വിഷു സദ്യ ഒക്കെ ഉണ്ട്. എന്തായാലും വിഷുദിനത്തിൽ കുടുംബത്തോട് എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള സദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. വിഷു സദ്യ നേരത്തെ ശ്രീധരൻപിള്ള സാർ പറഞ്ഞ പോലെ പലയിടങ്ങളിലും പല രീതിയിലാണ്. മലബാറിൽ ഓണത്തിന് സമാനമായി നോൺ വെജ് വിഭവങ്ങളും വിഷു സദ്യയിൽ ഇടം പിടിക്കാറുണ്ട്. മലപ്പുറം ചെട്ടിപ്പടിയിലെ ഒരു വീട്ടിൽ നിന്നും നിഖിൽ പ്രമേശായിരുന്നു. നിഖിൽ, ഇപ്പോൾ നിഖിലിൻ്റെ അമ്മ ഓഫീസിലേക്ക് അടക്കം ഉണ്ടാക്കി കൊടുത്തു കൊടുക്കുന്ന കല്ലുമക്ക ഫ്രൈ ഒക്കെ ഓഫീസിലൊക്കെ വൻ ഹിറ്റാണല്ലോ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ അതടക്കമുള്ള വിഭവങ്ങൾ ചേർത്താണ് ആ മേഖലയിലെ സദ്യ അല്ലേ? തീർച്ചയായിട്ടും അശ്മി, മലപ്പുറത്ത് കഴിഞ്ഞവിടെ വന്നപ്പോൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് നല്ല മട്ടൻ ബിരിയാണി കഴിച്ചത് ഓർമ്മയില്ലേ? അപ്പോൾ ഇവിടുത്തെ ആഘോഷങ്ങൾക്കും സദ്യ എന്ന് പറഞ്ഞാലും ആ സദ്യയിലും ഒരു വെറൈറ്റി ഉണ്ടാവും. ഇപ്പോൾ ഞാനുള്ള ചെട്ടിപ്പടിയിലാണ് ഞാനുള്ളത്, എൻ്റെ ബന്ധു വീട്ടിൽ തന്നെയാണ്. ഇവിടെ ബിരിയാണിയാണ് ഇന്ന് വിളമ്പുന്നത്. അത് സദ്യ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നാൽ നോൺ വെജ് വിഭവങ്ങൾ അതിനൊപ്പം വേണം, എന്നാൽ മാത്രമേ തൃപ്തിയാവും. നമുക്കിപ്പോൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കാണാൻ കഴിയും. മീനുണ്ട്, ചിക്കനുണ്ട്, ഇനിയിപ്പോൾ ബിരിയാണിയാണ് ഇന്ന് ഇവിടെ സദ്യക്ക് പകരം നൽകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒരുപക്ഷെ തെക്കൻ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇതൊരു കൗതുകമായിട്ട് തോന്നും. ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്, കസിൻസ് ആണ്. എങ്ങനെയുണ്ട് നോൺ വെജ് സദ്യ? എന്നെ നിർബന്ധമല്ലേ? അതെ, നിർബന്ധമാണ്. നീ തൃശ്ശൂരല്ലേ? അതെ, തൃശ്ശൂരാണ്. അവിടെ എങ്ങനെയാ? അവിടെ വെറും സദ്യ മാത്രമേ ഉള്ളൂ. ഇവിടെ അതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇത്രയും ഇതാരാ ഉണ്ടാക്കിയത്? എന്റെ വല്യച്ഛനുണ്ട് ഇവിടെ, അദ്ദേഹം അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ വിഷുവിനും ഓണത്തിനൊക്കെ ഇത് തന്നെയാണ്, നോൺ വെജ് മസ്റ്റാണ്. അത് ഈ അടുത്ത അങ്ങനെ ആയി മാറിയതാണ്. മുൻപൊക്കെ വിഷു നാല് പുന്നല്ല് കൊണ്ട് പുതിയ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, അതായിരുന്നു മുമ്പത്തെ ഐതിഹ്യം. മാത്രമല്ല, നമുക്ക് എന്തെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കിട്ടുമോ അതൊക്കെ കണി വയ്ക്കുന്ന പാത്രത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ കണി കണ്ടിരുന്നത്. അത് ഒരു പുതുയുഗ പിറവിയായിട്ട് കണക്കാക്കുക. അപ്പം എല്ലാ നല്ല ഫലങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ, അതിനൊക്കെ ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, ഇതൊക്കെയായിരുന്നു അന്നത്തെ സങ്കല്പം. എന്നാൽ ഇന്ന് വെറും പച്ചക്കറി കൊണ്ട് മാത്രം ആരും തൃപ്തരല്ല. നമ്മുടെ ഭക്ഷണ രീതിയെല്ലാം മാറി. അപ്പോൾ അതിനനുസരിച്ച് പുതിയ പുതിയ വിഭവങ്ങളും എന്തായാലും ഭക്ഷണരീതിയൊക്കെ മാറിയെങ്കിലും നേരത്തെ ചേട്ടൻ പറഞ്ഞ ആ പ്രാർത്ഥന, ആ അനുഗ്രഹം അതെല്ലാ കാലത്തും പ്രസക്തമായി. എല്ലാവർക്കും നന്മ വരണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതെല്ലാ കാലത്തും പ്രസക്തമാണ്. ഭക്ഷണം എങ്ങനെ മാറിയാലും. കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പലിന് വിശദീകരണം തള്ളി കുടുംബം. പ്രിൻസിപ്പൽ പറയുന്ന കാര്യങ്ങളിൽ സംശയമുണ്ടെന്നും നിതിന്റെ ഫോൺ പിടിച്ചു വാങ്ങിയതാണെന്നും സഹോദരി രാഖി പ്രതികരിച്ചു. കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടിക്ക് ഗവർണർ ആരോഗ്യ സർവകലാശാല VC നിർദ്ദേശവും നൽകി. നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണവിധേയനായ ഡോക്ടർ MK റാമിന് പുറമെ 8 അധ്യാപകർക്കെതിരെ കൂടി പരാതി നൽകാനാണ് കുട്ടികളുടെ തീരുമാനം. ഡോക്ടർ MK റാമിനെ കൂടാതെ മറ്റ് ചില അധ്യാപകരും വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം. ഇത്തരത്തിൽ പരാതിയുള്ള 8 അധ്യാപകർക്കെതിരെ മാനേജ്മെന്റിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇമെയിൽ മുഖേന അറിയിക്കാൻ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ നിർദ്ദേശം നൽകി. അതിനിടെ ഒളിവിൽ കഴിയുന്ന MK റാമിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഒരു ബാച്ചിൽ ബോയ്സ് എന്ന് പറയുന്ന കൗണ്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബോയ്സ് അയാളുടെ ഒരു ടാർഗറ്റാണ്. ബോയ്സിൻ്റെ താടി, മീശ, മുടി ഇതൊക്കെ വെച്ചിട്ട് അയാൾക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കൽ. ഇനിയിപ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് അയാൾ ഫസ്റ്റ് ഫോക്കസ് താടിയാണെങ്കിൽ ആ താടി കളയാതെ ക്ലാസ്സിൽ കയറാൻ പിന്നെ നമുക്ക് അവസരമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും വഴിയുണ്ടാക്കി ചെയ്യുന്ന അറ്റൻഡൻസ് അയാൾ കട്ട് ചെയ്യണം. ഇതിനിടെ നിതിൻ രാജിന്റെ മറ്റൊരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നു. ആരൊക്കെ തളർത്തിയാലും ഡോക്ടറായിട്ടേ പുറത്തിറങ്ങൂ എന്ന് സഹപാഠിക്കയച്ച സന്ദേശത്തിൽ നിതിൻ പറയുന്നു. പിന്നെ ഡിപ്പാർട്ട്മെന്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറെ കംപ്ലൈൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെന്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കണം, ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ ആരോഗ്യ സർവകലാശാല VC നിർദ്ദേശം നൽകി. അതേസമയം ദന്തൽ കോളേജ് അധികൃതരുടെ വാദങ്ങൾ തള്ളി നിതിൻ രാജിന്റെ കുടുംബം രംഗത്തെത്തി. നിതിന് എന്തൊക്കെ ചികിത്സകളാണ് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്ന് സഹോദരി രാഖി. ഇപ്പോൾ കണ്ട വീഡിയോസിലൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ചാടിയത് എത്രത്തോളം ദൂരത്തിൽ, അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ വീണതൊരു കെട്ടുകല്ലിൻ്റെയൊക്കെ പുറത്താണ്. അവിടെ ബ്ലഡിൻ്റെ ഒരു സാമ്പിളോ ഒന്നുമില്ല.
അതുപോലെ അവരെ കൊണ്ടുപോയി കൊടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണ്, മെഡിക്കൽ കോളേജിൽ 2 മണിക്കൂറോളം ഇട്ടിരുന്നെന്ന് പറയുന്നു. എന്നിട്ട് ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ വയ്യാതെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ എത്ര സമയം വേണം? എന്നിട്ട് 5 പാക്കറ്റ് ബ്ലഡ് അടിച്ച് അവൻ എന്ത് ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തു, ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയണം. നിതിൻ രാജിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും വിദ്യാർത്ഥികൾക്ക് ചാൻസലറുമായി ബന്ധപ്പെടാനുള്ള സംവിധാനം ഒരുക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. 24 കണ്ണൂർ. ലോക്സഭയിലെ സീറ്റെണ്ണം 850 ഉയർത്തി. വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. നാളെ ബിൽ അവതരിപ്പിക്കാനിരിക്കെ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇന്ന് യോഗം ചേരും. ബില്ലിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യാൻ 3 ദിവസത്തെ പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വനിതാ സംവരണം നടപ്പാക്കാനാണ് ബില്ലിലെ വ്യവസ്ഥ. എന്നാൽ മണ്ഡല പുനർനിർണ്ണയം തിരക്കിട്ട് നടത്തുന്നതിനോട് യോജിപ്പില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം നഷ്ടമാകുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ബില്ലിൽ മേൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് യോഗം ചേരും. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ സംസ്ഥാനത്തു നിന്നുള്ള എംപിമാരുടെ യോഗം വിളിച്ചു. തമിഴ്നാട് strictly followed that formula. If the delimitation exercise, even though they say that there will be a proportionate increase in the number of seats, what will be the proportionate representation in UP and what will be the proportionate representation in Tamil Nadu is the question. They want the states which they are ruling to have more number of MPs. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. അതേസമയം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്താൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷം സർക്കാരിന് ലഭിക്കില്ല. മണ്ഡല പുനർനിർണ്ണയമില്ലാതെ വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള വ്യവസ്ഥകൾ പ്രതിപക്ഷം പാർലമെന്റിലെ ചർച്ചയിൽ അവതരിപ്പിച്ചേക്കും. ഇതിനിടെ വനിതാ സംവരണത്തെ പിന്തുണച്ച് മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. 24 ഡൽഹി. അതേസമയം കനത്ത ചൂടിൽ വലയുകയാണ് കേരളം. വരും ദിവസങ്ങളിലും ചൂടിന് ശമനമുണ്ടാകില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം 6000 മെഗാവാട്ട് കടന്ന് റെക്കോർഡിലെത്തി. കടുത്ത ചൂടിൽ ജനജീവിതം ദുസ്സഹമായി. ഇടുക്കിയും വയനാടും ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട്, 40 ഡിഗ്രി. കൊല്ലത്ത് 38 ഡിഗ്രിയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രിയായും താപനില ഉയരുകയാണ്. തിരുവനന്തപുരത്ത് 36 ഡിഗ്രിയാണ് താപനില. ചൂട് കൂടുതലാണ്. നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം ചൂട് ഓവറാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാളും ചൂട് ഇപ്പോൾ കൂടുതൽ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. കാര്യം വെച്ചാൽ എൻ്റെ ഓർമ്മയിൽ ഇത്രയും നല്ലൊരു ചൂട് ഞാൻ ഇത്രയും കണ്ടിട്ടില്ല. ഭയങ്കര ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും തീവ്രമായിട്ടുള്ളൊരു ചൂട് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് അനുഭവപ്പെടുകയാണ്. പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ ഓട്ടയാണ് ഞാൻ ഓടുന്നത്, പക്ഷേ ഓടാൻ പറ്റുന്നില്ല. കൊടും വേനലിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലെത്തി. ഇന്നലെ 6000 മെഗാവാട്ടിന് മുകളിലായിരുന്നു വൈദ്യുതി ഉപഭോഗം. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ അസഹനീയമായ തോതിൽ ഇനിയും ചൂട് കൂടുമെന്നാണ് പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗം പറയുന്നത്. 24 തിരുവനന്തപുരം. വീണ്ടും ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയതോടെ ഇറാനുമായുള്ള യുദ്ധം ഏതാണ്ട് അവസാനിക്കാറായെന്ന പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ്. 2 ദിവസത്തിനുള്ളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തും. അതിനിടെ യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിച്ച ലിയോ 14 മാർപ്പാപ്പയെ വിമർശിക്കുന്നു ഡൊണാൾഡ് ട്രംപ് വീണ്ടും. ഇറാൻ യുദ്ധം ഇനി അധികം നീളില്ലെന്ന സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത്. 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് തുടക്കമാകും. ചർച്ചകൾക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ നേതൃത്വം നൽകും. നിലവിൽ ഇരു രാജ്യങ്ങളും യുറേനിയം സമ്പുഷ്ടീകരണ വിഷയത്തിൽ ധാരണയായെങ്കിലും കാലാവധിയുടെ കാര്യത്തിലാണ് തർക്കം. ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. ഇറാനിയൻ തുറമുഖങ്ങൾക്കു നേരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇറാനിയൻ തുറമുഖങ്ങളിലൂടെ ഒരു കപ്പലും കടന്നുപോയിട്ടില്ലെന്ന് അമേരിക്കൻ സേന വ്യക്തമാക്കി. ഉപരോധത്തിനെതിരെ ചൈന രംഗത്തെത്തി. അതേസമയം തുടർ ചർച്ചകൾക്ക് ധാരണയായെങ്കിലും തെക്കൻ ലെബനോനിൽ വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറായില്ല. ഇന്നലെ വാഷിംഗ്ടണിലായിരുന്നു ഇസ്രയേൽ ലെബനോൻ ചർച്ച. ഇസ്രയേലുമായുള്ള പ്രതിരോധ സഹകരണ കരാർ താൽക്കാലികമായി നിർത്തിവച്ചതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ലെബനോനിൽ UN-ലെ ഇറ്റാലിയൻ സൈനികർക്കെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ പ്രതിഷേധിച്ചാണ് നടപടി. യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിച്ച ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഇന്നും രംഗത്തെത്തി. ഇറാനിൽ ആയിരങ്ങളെ ഭരണകൂടം കൊലപ്പെടുത്തിയ കാര്യങ്ങൾ പോപ്പിനെ ആരെങ്കിലും അറിയിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബീഹാറിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൌധരിക്കൊപ്പം JDU നേതാക്കളായ ബിജേന്ദ്ര പ്രസാദ് യാദവും വിജയ് കുമാർ ചൌധരിയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷ് കുമാർ രാജിവെച്ചതോടെയാണ് സംസ്ഥാനത്ത് BJPക്ക് മുഖ്യമന്ത്രി പദം കിട്ടിയത്.
मैं सम्राट चौधरी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ബീഹാറിന്റെ 21ാമത് മുഖ്യമന്ത്രിയായാണ് സാമ്രാട്ട് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്തത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ സാമ്രാട്ട് ചൗധരിയെ BJP നേതൃത്വം തെരഞ്ഞെടുക്കുകയായിരുന്നു. താരാപൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് OBC വിഭാഗത്തിൽ നിന്നുള്ള സാമ്രാട്ട് ചൗധരി. ബീഹാറിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ ശകുനി ചൗധരിയുടെ മകനാണ്. RJDയിലൂടെയായിരുന്നു സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് സാമ്രാട്ട് ചൗധരി എത്തുന്നത്. 2014 JDUവിൽ ചേർന്നു. 2017 BJPയിലേക്ക് കളം മാറിയത്. 2023 BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റു. പട്നയിലെ ലോക്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJPയുടെ മുതിർന്ന നേതാക്കളും സഖ്യകക്ഷികളും പങ്കെടുത്തു. JDU നേതാക്കളായ വിജേന്ദ്ര പ്രസാദ് യാദവ്, വിജയ് കുമാർ ചൗധരി എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ബീഹാറിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിക്കാണ് നിതീഷ് കുമാറിന്റെ രാജി വഴിയൊരുക്കിയത്. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിന് 9 നാൾ ശേഷിക്കെ പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് പോര് കടുക്കുന്നു. വിരട്ടാൻ നോക്കേണ്ടെന്ന് വ്യക്തമാക്കി കേന്ദ്ര ഏജൻസികളെയും BJPയെയും കടന്നാക്രമിച്ചാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രചാരണം. അമിത്ഷാ ഉൾപ്പെടെ വമ്പൻ നിരയാണ് BJPക്കായി പ്രചാരണം നയിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് BJP സംഘർഷം തുടരുകയുമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തിയാണ് മമതാ ബാനർജി ബംഗാളിൽ പ്രചരണം കൊഴുപ്പിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അമിത്ഷാ വരുന്നത് EDയെയും CBIയെയും കൂട്ടുപിടിച്ചാണെന്ന് മമത പരിഹസിച്ചു. അർദ്ധരാത്രിയിലെ പരിശോധനകൾ നടത്തി തങ്ങളെ പേടിപ്പിക്കാമെന്ന് കരുതേണ്ടെന്നും പോരാട്ടം തുടരുമെന്നും മമത വ്യക്തമാക്കി. പ്രചരണം മുറുകുന്നതിനിടെ പലയിടത്തും സംഘർഷം പുകയുകയാണ്. കൊൽക്കത്തയിൽ തൃണമൂൽ BJP പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടി. മമതയുടെ മണ്ഡലമായ ഭവാനിപ്പൂരിലും സംഘർഷമുണ്ടായി. ക്രമസമാധാന നില ഉറപ്പാക്കാൻ സുരക്ഷാ സേനയ്ക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ BJPയുടെ വമ്പൻ നിര ഇന്ന് ബംഗാളിൽ അണിനിരക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വടക്കൻ ബംഗാളിലെ 4 കൂറ്റൻ റാലികളിൽ സംസാരിക്കും. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, സ്മൃതി ഇറാനി, അനുരാഗ് സിംഗ് താക്കൂർ എന്നിവരും ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണത്തിനെത്തും. 24 ഡൽഹി. മണ്ഡല പുനർനിർണയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ DMK നാളെ തമിഴ്നാട്ടിലാകെ കരിങ്കൊടി ഉയർത്താൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആഹ്വാനം ചെയ്തു. DMKയുടെ ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിലാണ് തീരുമാനം. നടപടി വിവേചനപരമെന്ന് TVK അധ്യക്ഷൻ വിജയും പ്രതികരിച്ചു. മനേഷ് മൂർത്തി വിവരങ്ങൾ വെച്ചിരുന്നു. മനേഷ്, മണ്ഡല പുനർനിർണയത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് സ്റ്റാലിൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപക്ഷെ വലിയ പ്രക്ഷോഭകാലമാണെങ്കിൽ അതിന്റെ തുടക്കം തമിഴ്നാട്ടിൽ നിന്നാണെന്ന് ഉറപ്പായും പറയാവുന്ന നടപടിയാണത്. മനേഷ്. ഹാഷ്മി, ഇന്നലെ തന്നെ സ്റ്റാലിൻ നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് മണ്ഡല പുനർനിർണയത്തിൽ ഏതെങ്കിലും തരത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് മണ്ഡല പുനർനിർണയമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം, പ്രക്ഷോഭം കേന്ദ്രം കാണേണ്ടി വരും. ഇതൊരു ഭീഷണിയായി എടുത്താലും കുഴപ്പമില്ല, ആ രീതിയിൽ തന്നെയാണ് പറയുന്നത് എന്ന് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞിരുന്നതാണ്. അത് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ MP മാരുടെയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നത്. അതിനുശേഷമാണ് നാളെ പ്രതിഷേധത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ എല്ലാ വീടുകളിലും DMK പ്രവർത്തകരുടെയും അതുപോലെ തന്നെ നേതാക്കളുടെയും എല്ലാവരുടെയും വീടുകളിൽ കരിങ്കൊടി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് എന്തായാലും ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് ഒരു തുടക്കം മാത്രമാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം അതിന് പുറകെ വരും. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഞങ്ങളെല്ലാം അതിന്റെ ശ്രദ്ധയിൽ മാത്രമായിരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. എന്തായാലും ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പല്ല പ്രധാനം. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനം ഒക്കെ ഉള്ള ആത്മാഭിമാനമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വിഷയമല്ല. ഒരു പ്രതിഷേധമുണ്ടാകും, ശക്തമായും ആ പ്രതിഷേധത്തിന് മുൻനിരയിൽ MK സ്റ്റാലിൻ ഉണ്ടാകും. അങ്ങനെയായിരുന്നു ഇന്നലെ MK സ്റ്റാലിൻ പറഞ്ഞത്. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകുന്നു തമിഴ്നാട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ആദ്യഘട്ടം എന്ന നിലയിൽ നാളെ എല്ലാ വീടുകളിലും കരിങ്കൊടി പ്രതിഷേധം നടത്തും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക. TVK അധ്യക്ഷൻ വിജയും ഈ മണ്ഡല പുനർനിർണയത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിലെ സീറ്റ് അന്തരത്തെ പറ്റി ആശങ്ക ഉണ്ടാകുന്നുണ്ട്. 2026 സെൻസസ് അല്ല, പഴയ സെൻസസിന് അടിസ്ഥാനത്തിൽ തന്നെയാണ്. അങ്ങനെ മാത്രമല്ല പെട്ടെന്ന് അതിൻ്റെ ഈ പറയുന്ന ചർച്ച ഒന്നുമില്ലാതെ പാർലമെന്റിലേക്ക് പെട്ടെന്ന് വരുന്നുവെന്ന് ആശങ്ക പറയുന്നു. അങ്ങനെ കുറേയധികം ആശങ്കകളുടെ നടുവിലാണ് ഈ പറയുന്ന മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം എന്ന കാര്യം. നാളെ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.